മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഇരുമ്പിളിയം പഞ്ചായത്തിൽ പുറമണ്ണൂരിൽ 25 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. തൂതപ്പുഴയുടെ തീരത്തായി ഹരിതാപമായ കുന്നിൻ ചെരുവിലെ ശാന്തതയിലാണ് ഈ അത്യാധുനിക വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1994 കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ ഈ മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത്. പതിനാറ് ബിരുദ വിഷയങ്ങളും 8 ബിരുദാനന്തര ബിരുദ വിഷയങ്ങളും നിലവിൽ ഇവിടെ അധ്യയനം നടക്കുന്നു. AMLI ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ 25 വർഷത്തെ മികവുറ്റ പ്രവർത്തനം പൂർത്തീകരിച്ച ഈ വിദ്യാഭ്യാസ കേന്ദ്രം കോഴിക്കോട് സർവകലാശാലയിലെ തന്നെ മികച്ച സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ മുൻപന്തിയിലെത്തി നിൽക്കുന്നു. Hi everyone, I myself Kanu Prasad, head of the Department of Computer Science. Welcome to E-Content Development Center, മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പുറമണ്ണൂർ. ഇതൊരു ബ്രിഡ്ജ് കോഴ്സാണ്. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ദേശം. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പ്രോഗ്രാമുകളാണുള്ളത്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. 2 പ്രോഗ്രാമുകളാണുള്ളത്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BCA. ഈ 2 പ്രോഗ്രാമിൻ്റെയും സവിശേഷതകളും അതിൻ്റെ മുന്നോട്ടുള്ള അക്കാഡമിക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ആണ് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. ഇതിൽ മൊത്തം 6 സെമിസ്റ്ററുകളാണുള്ളത്. 3 ഓഡ് സെമിസ്റ്ററുകളും 3 ഈവൻ സെമിസ്റ്ററുകളും. ടോട്ടൽ ഈ പ്രോഗ്രാമിന് 90 വർക്കിംഗ് ഡേയ്സാണ് ഓരോ സെമിസ്റ്ററിലുമുള്ളത്. ഈ പ്രോഗ്രാമിനകത്ത് 7 ടൈപ്പ് കോഴ്സുകളുണ്ട്. കോമൺ കോഴ്സ്, കോർ കോഴ്സ്, ജനറൽ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓപ്പൺ കോഴ്സ്, ഓഡിറ്റ് കോഴ്സ് ആൻഡ് എലക്റ്റീവ് കോഴ്സ്. കോർ കോഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കോമൺ കോഴ്സ് ഇംഗ്ലീഷും ലാംഗ്വേജുമാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അറബിക്കാവാം, ഹിന്ദി ഓർ മലയാളം. കോംപ്ലിമെൻ്ററി കോഴ്സുകളായിട്ട് വരുന്നത് മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സുമാണ്. ജനറൽ കോഴ്സുകൾ 4 എണ്ണമാണ് ഈ പ്രോഗ്രാമിനകത്തുള്ളത്. 2 പ്രോഗ്രാമുകൾ വീതം 3ാമത്തെയും 4ാമത്തെയും സെമിസ്റ്ററുകളിലാണ് ഈ ജനറൽ കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത്. ഓപ്പൺ കോഴ്സുകൾ ആയിട്ട് 4 എണ്ണമാണ് ഈ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഓപ്പൺ കോഴ്സ് 5ാമത്തെ സെമിസ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എലക്റ്റീവ് കോഴ്സുകളെ കുറിച്ചാണ്. എലക്റ്റീവ് കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത് 6ാമത്തെ സെമിസ്റ്ററിലാണ്. മൊത്തം 6 എലക്റ്റീവ് കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു എലക്റ്റീവ് കോഴ്സാണ് നമ്മൾ 6ാമത്തെ സെമിസ്റ്ററിൽ പഠിക്കുന്നത്. അടുത്തത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഓർ ഓഡിറ്റ് കോഴ്സാണ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ഓർ ഓഡിറ്റ് കോഴ്സ് 4 എണ്ണമാണുള്ളത്. ഈ 4 എണ്ണം നമ്മൾ പഠിക്കുന്നത് ഓരോന്ന് വീതം 4 സെമിസ്റ്ററുകളിലായിട്ടാണ്. അടുത്തത് കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. 6 സെമിസ്റ്ററിലും കോമൺ പേപ്പറുകൾ എത്ര, കോർ പേപ്പറുകൾ എത്ര, കോംപ്ലിമെൻ്ററി, ഓഡിറ്റ് കോഴ്സ്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസ് പറയുന്നത്. ഫസ്റ്റ് സെമിസ്റ്ററിൽ കോമൺ കോഴ്സുകൾ 3 എണ്ണമാണുള്ളത്. കോർ കോഴ്സ് 1, കോംപ്ലിമെൻ്ററി 2 ആൻഡ് ഓഡിറ്റ് കോഴ്സ് 1. മൊത്തം 7 കോഴ്സുകളാണ് നമ്മൾ സെമിസ്റ്റർ 1ൽ പഠിക്കുന്നത്. അടുത്തത് സെമിസ്റ്റർ 2 ആണ്. ഇതിൽ മൊത്തം 8 കോഴ്സുകളുണ്ട്. കോമൺ കോഴ്സ് 3 എണ്ണം, കോർ കോഴ്സ് തിയറി 1, പ്രാക്ടിക്കൽ 1, കോംപ്ലിമെൻ്ററി 2 എണ്ണം,
ഓഡിറ്റ് കോഴ്സ് 1, അങ്ങനെ മൊത്തം 8 കോഴ്സുകളാണുള്ളത്. സെമസ്റ്റർ 3ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനറൽ കോഴ്സ് എന്നൊരു കോഴ്സും കൂടെ വരുന്നുണ്ട്. 2 ജനറൽ കോഴ്സ് പഠിക്കുന്നുണ്ട്, ഒരു കോർ കോഴ്സ്, ഒരു കോംപ്ലിമെൻ്ററി, പിന്നെ ഒരു ഓഡിറ്റ് കോഴ്സ്. അങ്ങനെ മൊത്തം 6 കോഴ്സുകളാണ് സെമസ്റ്റർ 3ലുള്ളത്. സെമസ്റ്റർ 4ൽ വന്നാൽ 2 ജനറൽ കോഴ്സുകളുണ്ട്, ഒരു കോർ കോഴ്സ് തിയറിയും ഒരു കോർ കോഴ്സ് പ്രാക്ടിക്കൽ, കോംപ്ലിമെൻ്ററി 2 പേപ്പർ ആൻഡ് ഓഡിറ്റ് കോഴ്സ് 1. അങ്ങനെ മൊത്തം 7 കോഴ്സുകളാണുള്ളത്. 5ാമത്തെ സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ കോർ കോഴ്സും ഓപ്പൺ കോഴ്സും മാത്രമേ നമുക്കുള്ളൂ. 4 കോർ കോഴ്സുകളും ഒരു ഓപ്പൺ കോഴ്സും അടക്കം 5 കോഴ്സുകളാണുള്ളത്. 6ാമത്തെ സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം 6 കോർ കോഴ്സുകളുണ്ട്, 4 തിയറിയും 2 പ്രാക്ടിക്കലും പിന്നെ ഒരു എലക്റ്റീവ് കോഴ്സും. അങ്ങനെ 7 കോഴ്സുകളാണ് 6ാമത്തെ സെമസ്റ്ററിലുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കോഴ്സ് ഡീറ്റെയിൽസിലേക്കാണ്. സെമസ്റ്റർ 1ൽ കോഴ്സ് നെയിമുകൾ ഇംഗ്ലീഷ് 2 പേപ്പറുണ്ട്, ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ് അറബിക് ആവാം, മലയാളമാവാം, ഹിന്ദി ആവാം, ഒരു പേപ്പർ. കോർ പേപ്പറായ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ ആൻഡ് HTML, പിന്നെ 2 കോംപ്ലിമെൻ്ററി പേപ്പർ മാത്തമാറ്റിക്സ് 1 ആൻഡ് സ്റ്റാറ്റിക്സ് 1. സെമസ്റ്റർ 2ൽ എത്തിക്കഴിഞ്ഞാൽ 2 ഇംഗ്ലീഷ് പേപ്പറുണ്ട്, ഒരു ലാംഗ്വേജ് പേപ്പർ അതർ ദാൻ ഇംഗ്ലീഷാണ്. കോർ കോഴ്സുകളായ ഒരു തിയറി പേപ്പറും ഒരു പ്രാക്ടിക്കൽ പേപ്പറും സെക്കൻഡ് സെമസ്റ്ററിലുണ്ട്. തിയറി പേപ്പർ പ്രോബ്ലം സോൾവിങ് ഇൻ C ആണ്. പ്രാക്ടിക്കൽ പേപ്പർ HTML ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ലബോറട്ടറി ആണ്. 2 കോംപ്ലിമെൻ്ററി കോഴ്സുകളായ മാത്തമാറ്റിക്സ് 2ഉം സ്റ്റാറ്റിക്സ് 2ഉം സെക്കൻഡ് സെമസ്റ്ററിലാണുള്ളത്. തേർഡ് സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ കോർ കോഴ്സുകളായ ഡാറ്റ സ്ട്രക്ചർ യൂസിങ് C, ജനറൽ കോഴ്സുകളായ പൈത്തൺ പ്രോഗ്രാമിംഗ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്, പിന്നെ കോംപ്ലിമെൻ്ററി പേപ്പേഴ്സായ മാത്തമാറ്റിക്സ് 3ഉം സ്റ്റാറ്റിക്സ് 3ഉമാണുള്ളത്. 4ാമത്തെ സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കോർ കോഴ്സായ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് RDBMS, പ്രാക്ടിക്കൽ പേപ്പറായ ഡാറ്റ സ്ട്രക്ചർ യൂസിങ് C ആൻഡ് RDBMS, പിന്നെ 2 ജനറൽ പേപ്പേഴ്സായ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസ് ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ്, പിന്നെ 2 കോംപ്ലിമെൻ്ററി പേപ്പേഴ്സായ മാത്തമാറ്റിക്സ് 4ഉം സ്റ്റാറ്റിക്സ് 4ഉം സെമസ്റ്റർ 4ലാണുള്ളത്. സെമസ്റ്റർ 5ൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ട്, അത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 4 കോർ പേപ്പറുകളാണുള്ളത്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ, ജാവ പ്രോഗ്രാമിംഗ്, വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന കോഴ്സാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. ഇതേ 5ാം സെമസ്റ്റർ തന്നെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റിംഗ് യൂണിവേഴ്സിറ്റി അനുവദിച്ചിട്ടുള്ളത്. അടുത്തത് നമ്മൾ 6ാമത്തെ സെമസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ കോഴ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെമസ്റ്ററാണ് 6ാമത്തെ സെമസ്റ്റർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 5 കോർ പേപ്പറുകളുണ്ട്, പിന്നെ ഒരു എലക്റ്റീവ് കോഴ്സ് ഉണ്ട്, പിന്നെ പ്രോജക്റ്റ് വർക്കാണുള്ളത്. ഇത്രയും കോഴ്സുകളാണ് നമ്മുടെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിനകത്തുള്ള ഗ്രേസ് മാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് ഗ്രേസ് മാർക്ക് സ്കോർ ചെയ്യാം. ഒന്ന് സ്പോർട്സ്, ആർട്സ്, NSS, NCC, CSS ഓർ സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണർഷിപ്പ്, പിന്നെ കൊഫെ എന്ന് പറയുന്ന കോളേജ് ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ പ്രോഗ്രാമിനകത്തുള്ള ഗ്രേസ് മാർക്കുകൾ സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇൻറ്റേർണൽ ഇവാലുവേഷനിലേക്കാണ്. ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്ന മൊത്തം മാർക്കിൻ്റെ 20% ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ വരുന്നത്. ഇവിടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്.
ഈ 15 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെമിനാറിന് 3 മാർക്ക്, അസൈൻമെൻറ്റിന് 3 മാർക്ക്, ടെസ്റ്റ് പേപ്പറിന് 6 മാർക്ക്, ദെൻ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ഓൺ അറ്റൻഡൻസ് 3 മാർക്ക്. അങ്ങനെ 15 മാർക്കാണ് തിയറി പേപ്പറിൻ്റെ ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ വരുന്നത്. അടുത്തതായിട്ട് ലാബിൻ്റെ ഇൻറ്റേർണൽ ഇവാലുവേഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. അറ്റൻഡൻസിന് 10 മാർക്ക്, ടെസ്റ്റ് പേപ്പറിന് 4 മാർക്ക്, ദെൻ അസൈൻമെൻറ്റ് ഓർ ലാബ് ഇൻവോൾവ്മെൻറ്റിന് 6 മാർക്ക്. അങ്ങനെ 20 മാർക്കാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഓഫ് ലാബ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഓഫ് പ്രോജക്റ്റ് ആണ്. ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഓഫ് പ്രോജക്റ്റ് 20 മാർക്സിലാണ് വരുന്നത്. വൈവ വേഴ്സ് 6 മാർക്ക്, സ്കീം ഓർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് 6 മാർക്ക്, മെത്തഡോളജി 4 മാർക്ക്, ഒറിജിനാലിറ്റി 4 മാർക്ക്. അങ്ങനെ 20 മാർക്കാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഓഫ് പ്രോജക്റ്റ് വരുന്നത്. അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചിട്ടാണ്. തിയറി പേപ്പർ 2 മണിക്കൂറാണ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വരുന്നത്, മൊത്തം 60 മാർക്കിന്. ഇതിൽ 20 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ഉണ്ട്, 30 മാർക്കിൻ്റെ പാരഗ്രാഫ് ആൻഡ് 10 മാർക്കിൻ്റെ എസ്സേ. അങ്ങനെ മൊത്തം 60 മാർക്കിൻ്റെ 2 മണിക്കൂർ പരീക്ഷയാണ് ടെസ്റ്റ് പേപ്പറിൻ്റെ ഇവാലുവേഷൻ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ലാബ് പേപ്പറിൻ്റെ പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മൊത്തം 80 മാർക്കിനാണ് ഈ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നത്. ഈ ഒരു ക്വസ്റ്റിനകത്ത് 30 മാർക്ക് 2 പ്രോഗ്രാമുകൾക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 പ്രോഗ്രാം ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 60 മാർക്കാണ് 2 പ്രോഗ്രാമിന് ഉണ്ടാവുക. വൈവയ്ക്ക് 10 മാർക്കും റെക്കോർഡിന് 10 മാർക്കും. അങ്ങനെ മൊത്തം 80 മാർക്കാണ് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റുക. പ്രോജക്റ്റ് ഇവാലുവേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തം 80 മാർക്കിലാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ നടക്കുന്നത്. ഇതിൽ റെലവൻസ് ഓഫ് ദി ടോപ്പിക് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 15 മാർക്കാണ്, മെത്തഡോളജി 15 മാർക്കാണ്, ഫൈൻഡിങ് ആൻഡ് റെക്കമെൻഡേഷൻസ് 20 മാർക്സാണ്, പ്രോജക്റ്റ് വൈവ വാസ് 20 മാർക്കാണ്, ആൻഡ് റിപ്പോർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് 10 മാർക്കാണ്. അങ്ങനെ മൊത്തം 80 മാർക്കിലാണ് ഈ പ്രോജക്റ്റ് ഇവാലുവേഷൻ നടക്കുന്നത്. ഈ ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന പ്രോഗ്രാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോഴ്സിന് മൊത്തം 350 മാർക്കാണുള്ളത്. അഡീഷണൽ ലാംഗ്വേജായ അറബിക്, ഹിന്ദി ഓർ മലയാളം ഇതിന് 200 മാർക്കുണ്ട്. കോർ കോഴ്സായ കമ്പ്യൂട്ടർ സയൻസിന് 1400 മാർക്ക്, കോംപ്ലിമെൻ്ററി കോഴ്സായ മാത്തമാറ്റിക്സിന് 300 മാർക്ക്, കോംപ്ലിമെൻ്ററി കോഴ്സായ സ്റ്റാറ്റിക്സിന് 300 മാർക്ക്, ജനറൽ കോഴ്സിന് 400 മാർക്ക്, പിന്നെ ഓപ്പൺ കോഴ്സിന് 75 മാർക്ക്. അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 3025 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്, പിന്നൊന്ന് MCA ആണ്. ഇത്രയും വിവരിച്ചതിൽ നിന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ, ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ പ്രോഗ്രാമിനകത്തുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി.